ജിയോ പൊളിറ്റിക്സിൽ നിലവിലെ സ്ഥിതിഗതികൾ ആകെ മാറി മറിയാവുന്ന അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ റഷ്യൻ ഭരണകൂടത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നല്ലോ. നമ്മൾ കേൾക്കുന്നത് റഷ്യയും ചൈനയും തമ്മിൽ വലിയ ബന്ധമാണ്, അതെ, അടുപ്പമാണ്. റഷ്യ, ചൈന, ഇറാൻ, അക്കൂട്ടത്തിൽ ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്താൻ ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ്. റഷ്യ ചൈന ബായി എന്ന് പൊതുവിൽ പറയപ്പെടുന്നു. അമേരിക്കക്കെതിരെ വലിയൊരു സഖ്യം റഷ്യയും ചൈനയും തമ്മിൽ ഉണ്ടാക്കുന്നു എന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. പണ്ട് പോലെ കേൾക്കുന്നില്ല. അതെ, ഇതിനെ തകിടം മറിച്ചുകൊണ്ട് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസി, അതായത് പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ KGB ആണ് ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയൻ പോയപ്പോൾ KGBയുടെ പേര് മാറി റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസസ് എന്ന് പറയുന്നത് FSB. അതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. അവരുടെ 8 പേജുള്ള ഒരു മെമ്മോ പുറത്തു വന്നിരിക്കുന്നത്. ഈ മെമ്മോ 6 യൂറോപ്യൻ സുരക്ഷാ ഏജൻസികൾ, അതായത് റഷ്യയുടെ, അമേരിക്കയുടെ, ബ്രിട്ടൻ്റെ ഒക്കെ ഉൾപ്പെടെ, കാനഡയുടെ ഒക്കെ ഉൾപ്പെടെ 6 സുരക്ഷാ ഏജൻസികൾ വെരിഫൈ ചെയ്ത് ഇത് ശരിയാണെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് പറയുന്നത് റഷ്യയുടെ ഏറ്റവും വലിയ ശത്രു ചൈനയാണ് എന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇന്ന് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഒരു ഹാക്കർ ഗ്രൂപ്പുണ്ട്, ഏരിസ് ലോക്സ് എന്ന് പറയുന്ന ഹാക്കർ ഗ്രൂപ്പ് റഷ്യയുടെ FSBയുടെ സൈറ്റിൽ കയറി അവിടെ നിന്ന് മോഷ്ടിച്ചതാണ് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റഷ്യയുടെ ഒരു രഹസ്യ റിപ്പോർട്ട് ചൈനയോട് സൗഹൃദം പുറത്തു ഭാവിക്കുമ്പോഴും ചൈനയാണ് ഞങ്ങളുടെ യഥാർത്ഥ ശത്രു എന്നുള്ള തിരിച്ചറിവ് റഷ്യക്കുണ്ട് എന്നുള്ളൊരു സത്യം പുറത്തു വന്നു. രണ്ടാമത്തത്, റഷ്യയുടെ സെക്യൂരിറ്റി സംവിധാനം അല്ലെങ്കിൽ റഷ്യയുടെ FSB എന്ന് പറയുന്ന ലോകത്തെമ്പാടും ഇടപെടലുകൾ നടത്തുന്ന KGBയുടെ ഇപ്പോഴത്തെ രൂപം, മൊസാദ് പോലെ, റോ പോലെ, CIA പോലെ വളരെ പ്രബലമാണ് റഷ്യയുടെ ഏജൻസി. ആ ഏജൻസിയുടെ സൈറ്റ് വേണമെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഹാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അവരുടെ സുരക്ഷാ സംവിധാനം ദുർബലമാണ് എന്നതിൻ്റെ തെളിവാണ്. അതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അവർ പറയുന്നത് റഷ്യ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട രാജ്യം ചൈനയാണ്. ചൈന നിരന്തരം റഷ്യയുടെ മിലിറ്ററി അസറ്റുകൾ, തന്ത്രപ്രധാനമായ ടെക്നോളജി മോഷ്ടിക്കൽ, റഷ്യക്കെതിരായ ആളുകളെ, റഷ്യക്കാരെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് റഷ്യക്കെതിരായ വികാരമുണ്ടാക്കാനുള്ള ശ്രമം, ഇതെല്ലാം വ്യാപകമായി ചൈന നടത്തുന്നുണ്ട്. ലോകത്തിന് മുന്നിൽ തന്ത്രപ്രധാനമായ ബന്ധമാണ് റഷ്യയും ചൈനയും തമ്മിലുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ FSB കൊടുത്ത ഈ റിപ്പോർട്ട് ആരുടെ കയ്യിലുണ്ട്? പുടിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പുടിനെ സംബന്ധിച്ച് പുടിൻ ഇതൊക്കെ കൃത്യമായ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടും റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് മാത്രമല്ല, FSB പറയുകയാണ്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് FSB ഈ ന്യൂയോർക്ക് ടൈംസിൽ ഏറിസ് ലീക്സിൻ്റെ റിപ്പോർട്ട് പറയുകയാണ്, FSB ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ കൗണ്ടർ ഇൻ്റലിജൻസ്, അതായത് ചൈനയ്ക്കെതിരായിട്ടുള്ള അവരുടെ ഇൻ്റലിജൻസ്, അവരിങ്ങോട്ട് നടത്തുന്ന ചാരവൃത്തിക്ക് ബദലായിട്ടുള്ള ഒരു ചാരവൃത്തി, ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് പ്രോഗ്രാം റഷ്യ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് എൻഡറ്റെ 4 എന്നാണ്. എൻഡറ്റെ 4 എന്നുള്ള ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് പദ്ധതിയും റഷ്യ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് നമുക്ക് പണ്ട് മുതലേ കേൾക്കുന്നത് ചൈന ചതിക്കുന്ന ചന്തുവാണ് ചൈന എന്നറിയാം. ഇന്ത്യയെ ആയിട്ട് വലിയ നല്ല ബന്ധമുണ്ടായി. നമുക്ക് കിട്ടിയ UN സുരക്ഷാ കൗൺസിൽ അംഗത്വം നെഹ്റു എടുത്ത് ചൈനയ്ക്ക് കൊടുത്തു. ചൈനയെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അങ്ങനെ ഇന്ത്യ ചൈന ഭായി എന്ന് പറഞ്ഞ് ചൈനയുമായിട്ട് പഞ്ചശീല തത്വങ്ങളിൽ ആധാരമാക്കിയുള്ള ബന്ധം നമ്മളൊക്കെ ഉണ്ടാക്കിയിരുന്നിട്ടും എന്ത് ചെയ്തു? നമ്മളെ നിർണായക ഘട്ടത്തിൽ ചൈന ചതിച്ചു. ചൈന ലോകത്തെ എല്ലാവരെയും ചതിച്ചിട്ടുണ്ട്. ചൈന ഇപ്പം പാകിസ്ഥാന് കൊടുത്ത ആയുധങ്ങൾ, പാകിസ്ഥാൻ ചൈനയുടെ പക്കൽ നിന്ന് വലിയ തോതിൽ HQ-9 ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനവും ഒക്കെ വാങ്ങിച്ചിട്ട് ഇതെല്ലാം പാകിസ്ഥാന് വന്നപ്പോഴത്തേക്ക് പ്രയോജനരഹിതമായിപ്പോയി. ഒന്നുകിൽ ചൈനീസ് ക്വാളിറ്റി മോശമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചൈന പാകിസ്ഥാന് മോശം സാധനം കൊടുത്ത് പറ്റിച്ചതായിരിക്കാം. ഈ 2 സാധ്യതകളും പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം അമേരിക്കക്കെതിരെ അതിശക്തമായി നിലനിൽക്കുന്നു എന്നുള്ള ഒരു ഭാവിക്കൽ പുറമേ ഉള്ളപ്പോൾ പോലും ചൈന റഷ്യയെ നിരന്തരം സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റഷ്യയുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ 8 പേജുള്ള FSBയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ചൈന റഷ്യ ബന്ധം അധികകാലം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് FSBയുടെ 7th സർവീസ്
എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഈ 7th സർവീസാണ് ഏഷ്യൻ രാജ്യങ്ങളിലെ സ്പൈ നെറ്റ്വർക്കിനെ കുറിച്ച്, ചാരവൃത്തിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു യൂണിറ്റാണ് ഈ FSBയുടെ 7th സർവീസ്. 7th സർവീസാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് പറയുന്നു, റഷ്യ നിർബന്ധമായും ഓർമ്മിക്കേണ്ട, എപ്പോഴും മനസ്സിരുത്തി പ്രവർത്തിക്കേണ്ടത്, ചൈന ഈസ് അവർ എനിമി എന്നും വളരെ സ്പെസിഫിക്കഡായിട്ട് ഒരു തലക്കെട്ടിട്ട് കൊടുത്തിട്ടാണ് ഈ 8 പേജുള്ള മെമ്മോ റഷ്യൻ പ്രസിഡന്റ് പുടിന് കൊടുത്തിരിക്കുന്നത് 2024 തന്നെ കൊടുത്തു. ഇപ്പോഴാണത് അതിൻ്റെ വിവരം പുറത്തു വരുന്നത്. അപ്പോൾ ഈ പരസ്യമായി വലിയ സൗഹൃദമൊക്കെ പറയും. അതിനകത്ത് ഇവർ ചെയ്യുന്നത് ചൈന ചെയ്യുന്നത് റഷ്യയിലെ മിലിറ്ററി തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ നിന്ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരാണ്. അതുപോലെ അവരിൽ ആരെങ്കിലും പ്രത്യേകമായി സാമ്പത്തികമായി അവർക്ക് പരാധീനതകളുണ്ടെങ്കിൽ ചൈന ഇവരുമായി ബന്ധമുണ്ടാക്കുന്നു, ഇവരിൽ നിന്ന് വിവരങ്ങൾ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ചൈന ശ്രദ്ധിക്കുന്ന ഒരു മേഖല, ഒരുപാട് റഷ്യക്കാർ ചൈനക്കാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ചൈനീസ് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവരെ സ്വാഭാവികമായും പതുക്കെ ഇവരിൽ നിന്നും വിവരങ്ങൾ, ഈ ഭാര്യമാരെ ഉപയോഗിച്ച് ഭർത്താക്കന്മാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനുള്ള പദ്ധതി ആസൂത്രിതമായി ചൈന ചെയ്യുന്നു. ഇത് പറയുമ്പോഴാണ് നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ 5 ലക്ഷം ഇന്ത്യൻ മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യയിലെ പെണ്ണുങ്ങളെ പോരാതെ പാകിസ്ഥാനിലെ പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട്. അവളുമാരൊക്കെ പാകിസ്ഥാൻ പൗരത്വമുള്ളവരാണ്. പക്ഷേ ഇന്ത്യക്കാരനെ കെട്ടി ഒരു വിസയും വാങ്ങിച്ചിട്ട് ഇവിടെ വരും, പിന്നെ വിസ കാലാവധി കഴിഞ്ഞാൽ ഇവിടെ പോകത്തില്ല. അപ്പോൾ പാകിസ്ഥാനി പെണ്ണ് പാകിസ്ഥാനോട് സ്നേഹമുള്ള ചെറുക്കനെ കെട്ടി ഇവിടെ താമസിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർ കുട്ടികൾ ഇന്ത്യൻ പൗരന്മാരാവുന്നു. പക്ഷെ മനസ്സ് പാകിസ്ഥാൻ, അമ്മ പാകിസ്ഥാനി, അച്ഛൻ പാകിസ്ഥാൻ മനസ്സുള്ളവർ. അങ്ങനെ ഇന്ത്യക്കകത്ത് ലക്ഷക്കണക്കിന് പാകിസ്ഥാനികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് ഈ കുടുംബങ്ങൾ മാറുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ പറഞ്ഞ കാര്യം ഇവരിലൂടെ ചാരവൃത്തി നടത്താം. അതാണിപ്പോൾ FSBയുടെ റിപ്പോർട്ടിൽ ചൈനയെക്കുറിച്ച് റഷ്യ പറയുന്ന, റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസി പറയുന്ന, റഷ്യക്കാരെ കല്യാണം കഴിക്കുന്നു ചൈനീസ് പെൺകുട്ടികളെ, അവരെ ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി WeChat എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ചൈനീസ് ആപ്പാണെന്ന് തോന്നുന്നു. ആ ആപ്പ് ഉപയോഗിച്ച് വലിയ തോതിൽ വൈറ്റൽ ഇൻഫർമേഷൻസ് കൈമാറുന്നുണ്ട്. അക്കാഡമിക് രംഗത്തുള്ളവർ, പിന്നെ വാണിജ്യ രംഗത്തുള്ളവർ, ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു? ആ അക്കാദമിക് രംഗത്തുള്ളത് ശാസ്ത്രജ്ഞന്മാരാണ്, വാണിജ്യ രംഗത്തുള്ളവർ ബിസിനസ് ചെയ്യുന്നവരാണ്. ഇവരെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നു. റഷ്യ ആണെങ്കിൽ ഇപ്പോൾ റഷ്യക്ക് എണ്ണയുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധം ഉള്ളതുകൊണ്ട് എണ്ണ കയറ്റുമതിക്ക് വേണ്ടി, എണ്ണ വിൽക്കാൻ വേണ്ടി ചൈനയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ ടെക്നോളജിയും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലും റഷ്യ ചൈനയെ ആശ്രയിക്കുന്നു. ഈ 2 മേഖലയിലുള്ള ഒരു ഡിപ്പെൻഡൻസി, അതായത് ആശ്രയത്വം, ചൈന ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം റഷ്യൻ എണ്ണ വാങ്ങണം. അത് മുതലാക്കിക്കൊണ്ട് റഷ്യയെ ചൂഷണം ചെയ്യുകയാണ് ചൈന എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കൃത്യമായ ചില വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ FSBയുടെ റിപ്പോർട്ട് കൊടുക്കുന്നത്. FSB പറയുന്നൊരു കാര്യം, ഇത് ഈ റഷ്യയുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങളുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ റഷ്യ ചില S-400 പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചൈനയെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതുകൂടാതെ റഷ്യ കൊടുക്കാത്ത വിവരങ്ങൾ ഇവർ ചോർത്തുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ, ഉക്രൈൻ യുദ്ധത്തിൽ പരസ്യമായി റഷ്യക്ക് അനുകൂലമാണ് ചൈനയെങ്കിലും, ചൈന പക്ഷേ ഉക്രൈനെ മാനസികമായി പിന്തുണയ്ക്കുന്നുണ്ട്. ആക്രമണത്തിന് തൊട്ടു മുമ്പ് 2022 തന്നെ ഇത് ചൈന അവിടുത്തെ റഷ്യയുടെ തന്ത്രപ്രധാനമായ സൈറ്റുകളിലേക്ക്, മേഖലകളിലേക്ക് കടന്നു കയറാൻ ശ്രമം നടത്തിയിരുന്നു. അത് തടഞ്ഞതിന് ശേഷവും ഇപ്പോഴും ഈ ശ്രമം തുടർന്നു. അപ്പോൾ ചൈന ഈ പറയുന്ന പോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കക്ഷിയാണ്. ചൈനയാണ് അമേരിക്കയെക്കുറിച്ച് അമേരിക്ക എനിമിയാണെന്നൊരു റിപ്പോർട്ടില്ല. അമേരിക്കയുടെ പരമ്പരാഗത വൈരം സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ റഷ്യക്കുണ്ട്. പക്ഷേ ഇപ്പോൾ FSBയുടെ റിപ്പോർട്ട് വലിയ നിർണായകമായ ഒരു വഴിമാറ്റം സൂചിപ്പിക്കുന്നു. അപ്പോൾ എത്രയും കാലമായിട്ട് ചൈനയും റഷ്യയും തമ്മിലുള്ള അടുപ്പമാണ് എന്നല്ലേ ലോകരാജ്യങ്ങളെല്ലാം കരുതിയത്. അപ്പോൾ അതിനിടയിലൂടെ ചൈന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ചാരപ്പണി നടത്തുന്നു. കൂട്ടത്തിൽ നിന്നിട്ട് കുതികാല് വെട്ടുന്ന പണിയാണ് ചൈന ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പം റഷ്യൻ ഭരണകൂടം എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ FSBയുടെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളിതിനുള്ള കൗണ്ടർ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് പറയേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുൻകരുതൽ, ഇതിനെ ചെറുക്കാനുള്ള നടപടികളൊക്കെ റഷ്യ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റഷ്യയും
റഷ്യയും ചൈനയും തമ്മിൽ ഉള്ള ബന്ധം അധികകാലം നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല. കാരണം ഒരുപാട് തന്ത്രപ്രധാനമായ വിവരങ്ങൾ റഷ്യയുടെ കൂട്ടുകാരൻ എന്ന് ഭാവിച്ച് നിന്നിട്ട് ചൈന കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിനെ തുടർന്നുള്ള ഒരു വിലയിരുത്തൽ. ഏതായാലും ഈ ലോകത്തിൽ ഇപ്പോൾ സിനു തുടക്കത്തിൽ പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്സിൽ വലിയ ആശങ്ക അമേരിക്കയ്ക്ക് പോയി ഉണ്ടായിരുന്നു. റഷ്യ, ചൈന, ഇറാൻ, ആ കൂട്ടത്തിൽ ഇന്ത്യയും കൂടെ ചേർന്നാൽ വൻ ശക്തികളായി മാറും എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ 2 വൻ ശക്തികൾ തമ്മിലുള്ള അവിശ്വാസം പരസ്യമായി വരികയാണ്. മാത്രമല്ല, നമ്മളൊക്കെ മുമ്പ് പറഞ്ഞു റഷ്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായാൽ ഇന്ത്യക്ക് പരമ്പരാഗതമായി റഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. നാളെ ഒരിക്കൽ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താൻ പോലും റഷ്യയും ചൈനയും തമ്മിലുള്ള ഈ ബന്ധം സഹായിക്കുമെന്നൊക്കെ നമ്മളൊക്കെ ഈ ഫ്ലോറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ തകിടം മറിച്ചിട്ട് അങ്ങനെയല്ല, ചൈനയാണ് യഥാർത്ഥ അപകടകാരി എന്ന് പറയുന്നത്. മാത്രമല്ല, ചൈനയും റഷ്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്, അതിർത്തിയുണ്ട്. അപ്പോൾ ചില മേഖലകളിലൊക്കെ ഇവർ ചെയ്യുന്ന ചില ചൈനക്കാർക്ക് ഈ ചൈനയുടെ പാരമ്പര്യമുള്ള ചില ആളുകൾ അവിടെയുണ്ട്, ചൈനീസ് വംശജരായ ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന സ്ഥലം, റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക്, ഈ റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിന് ഇന്ത്യയിൽ ചെയ്യുന്ന പോലെ ചൈന മാപ്പിലൊരു പണി ചെയ്തു. അതിന് പഴയ പൗരാണിക കാലത്തെ ചൈനീസ് സ്ഥലങ്ങളുടെ പേരിട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. ആലോചിച്ച് നോക്ക്, ഇത് തന്നെയല്ലേ അരുണാചലിൽ ചൈന ചെയ്യുന്നത്? ഇന്ത്യൻ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരിട്ട പോലെ വ്ളാഡിവോസ്റ്റോക്കിന് ചുറ്റുമിൻ്റെ മാപ്പ് എടുത്തിട്ട് പുരാതനമായ ചൈനീസ് നഗരങ്ങളുടെ പേരിട്ടു. എന്നിട്ട് പുരാതന ചൈനീസ് ജനതയെ ഞങ്ങൾ തേടുന്നു, റഷ്യയിലൊക്കെ ഉള്ള പഴയ കാലത്തെ ചൈനീസ് ജനതയുടെ ഉറവിടങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞിട്ട് ചില പഠനങ്ങൾ, അതിനു വേണ്ടിയിട്ട് കോളേജുകളെ, അക്കാഡമിക് സെൻറ്ററുകളെ ആരംഭിക്കും. ഇപ്പോൾ ചൈനീസ് യൂണിവേഴ്സിറ്റികൾ റഷ്യ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ചൈനീസ് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നത് ചൈനയുടെ പാരമ്പര്യം, ചൈനയുടെ റഷ്യയുടെ ഇപ്പോഴുള്ള പല ഭൂപ്രദേശങ്ങളും ഒരു കാലത്ത് ചൈനയുടേതായിരുന്നു. ചൈനീസ് ജനതയാണ്, ചൈനീസ് കൾച്ചറാണ്, അവർക്ക് റഷ്യൻ സംസ്കാരവുമായി ബന്ധമില്ല എന്ന് തുടങ്ങിയ പാഠ്യപദ്ധതികൾ റഷ്യയിൽ തുടങ്ങിയിട്ടുള്ള ചൈനീസ് യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നു എന്നുണ്ട്. അപ്പോൾ ഒരു വിദേശ സർവകലാശാലകൾ വരുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു അപകടമാണ്. ഇന്ത്യയിലും വിദേശ സർവകലാശാലകൾ വരാൻ പോവാണ്. അവർ ഇന്ത്യയിൽ സർവകലാശാലകൾ ആരംഭിച്ചിട്ട് ഇന്ത്യയിൽ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്? ഇന്ത്യൻ കൾച്ചറിനും ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യൻ സോവറിനിറ്റിക്കും എതിരായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. വിദേശ സർവകലാശാലകൾ വരുമ്പോൾ സിലബസിൻ്റെ കാര്യത്തിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവുമോ? ഇതൊരു ചോദ്യമാണ്. ഇതാണിപ്പോൾ റഷ്യ പറയുന്നത്. റഷ്യ FSB പറയുന്നത് ഈ സർവകലാശാലകളിലൂടെ ഇവർ നടത്തുന്നത് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, അജണ്ട പ്രചരിപ്പിക്കാനുള്ള നയം നടത്തുന്നു. പിന്നെ ഈ റഷ്യക്ക് ഈ ആർട്ടിക് മേഖലകളിൽ ചില താല്പര്യങ്ങളുണ്ട്. ആർട്ടിക് മേഖലയിലെ രാജ്യങ്ങളിലൊക്കെ റഷ്യ ചില ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയുന്നു. അവിടെയുള്ള റഷ്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതും ചൈനയുടെ തന്ത്രമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇപ്പം റഷ്യ ഇപ്പോൾ പറയുന്നത് ഒരു കാര്യം, കൗണ്ടർ ഇൻ്റലിജൻസ് രൂപീകരിച്ചു. എൻഡാറ്റ എന്ന് പറഞ്ഞ ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് സംവിധാനം റഷ്യ ഈ ചൈനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആഭ്യന്തരമായി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരമായ ഫേക്ക് ആയിട്ടുള്ള നാരേറ്റീവ്സ് ഉണ്ടാക്കണം. ഇത് മുഴുവൻ ചൈനയ്ക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ തൽക്കാലം എടുക്കുക. പുറത്ത് ചൈനയാണ് റഷ്യയുടെ ഏറ്റവും വലിയ ശത്രു എന്നത് പുറത്ത് ക്യാമ്പയിൻ ചെയ്യാതിരിക്കുക. ശത്രുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞു, ശത്രുവിനുള്ള പണി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയത്തിൽ ചൈനയും റഷ്യയും തമ്മിൽ തെറ്റിയിരിക്കുന്നു എന്നൊരു ഇമേജ് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് FSBക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് ഈ 8 പേജുള്ള മെമ്മോ കഴിഞ്ഞ 1 വർഷമായി രഹസ്യമായി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഹാക്കർമാർ ലീക്ക് ചെയ്ത് പുറത്തു വിട്ടിരിക്കുന്നത്. ഏതായാലും വാർത്ത പുറത്തു വന്നു. അപ്പോൾ ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുറമേ കാണുന്ന പോലെയുള്ള അകത്ത് സ്പർദ്ധയും പകയും സംശയവുമാണ് നിലനിൽക്കുന്നുള്ളതെന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ജിയോ പൊളിറ്റിക്സിൽ ഒരു അവിശ്വാസത്തിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടായി വരികയാണ്. റഷ്യയും തിരിച്ചറിയുന്നു ചൈനയാണ് പ്രധാന ശത്രു. ഇന്ത്യക്ക് വലിയ ആശ്വാസകരമായ ഒരു വിവരമാണ് അത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.